ഹായ് നമസ്കാരം. ഇന്നൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ചിത്രത്തെ പറ്റിയാണ്. തെലുങ്കിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പുതിയ ചിത്രമാണ് കേസ് 30. സന്ദീപ് പൈതമരി സംവിധാനം ചെയ്ത് സിദ്ധാർത്ഥ് നായിഡു, ഷാമിലി ഉണ്ണിയാൽ, തൻവി ഗവാഡ്, വംസി രാഘവ എന്നുമല്ല എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ എത്തിയിട്ടുള്ളത്. അതായത് ഇതൊരു തെലുങ്ക് ചിത്രമാണ്, പുതുമുഖങ്ങളാണ് മൊത്തം, അതുകൊണ്ടാണ് ഞാൻ നോക്കി പറയുന്നത് തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം കേസ് 30 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ത്രില്ലർ മൂവി. അതായത് ഞാൻ തെലുങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതായത് ഡീസൻ്റ് ആയിട്ട് വന്ന് കണ്ടിട്ടുള്ളത് 118 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. തെലുങ്കിൽ നിന്ന് വന്ന സിനിമകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റും ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതായത് ചിത്രത്തിലെ കഥാനായകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അർജുൻ ഭരദ്വാജ് എന്നാണ്. അദ്ദേഹം ശ്വേത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം ഒരു കോളനിക്കുള്ളിൽ കൊല്ലപ്പെടുകയാണ്. ആ കൊലക്കേസാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ കേസ് 30ാമത്തെ ഒരു അന്വേഷണമാണ് ഈ സിനിമയിലെ ഒരു ഏറ്റവും കൂടുതൽ പറഞ്ഞു പോകുന്നത്. 30ാമത്തെ അന്വേഷണ കഥയാണ്. എന്തായാലും അടിപൊളി ഒരു ത്രില്ലർ സിനിമയെന്ന് കൂടി പറയാം. ത്രില്ലർ ഫാൻസുകാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ഈ ഒരു സിനിമ. കാരണം അത്യാവശ്യം ഡീസൻ്റിലി ഒരു ത്രില്ലർ എന്ന് പറയാൻ പറ്റും. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാ ആക്ടേഴ്സും അവർക്ക് കിട്ടിയ രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നായകൻ്റെ ആക്ടിങ് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പോലീസായിട്ടുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള, അതായത് നമ്മളിപ്പം ഈ തെലുങ്കിൽ നിന്ന് ഒത്തിരി സിനിമകൾ ഇതേ പാറ്റേണിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയുന്ന ഒരു സാധനമാണ്. തെലുങ്കിൽ നിന്ന് ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ തെലുങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളെ പോലുള്ള ഒരു സിനിമയും കൂടിയാണിത്. പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു കൊലപാതക കഥ, അതായത് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു അന്വേഷണ രീതിയിൽ തന്നെ ഇതിൻ്റെ ഡയറക്ടർ കൊണ്ടുപോയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ, അതായത് കാണുന്ന ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ അതായത് ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞത് മേക്കിംഗ് ആണ്. കുഴപ്പമില്ലാത്തൊരു മേക്കിംഗ് എന്ന് പറയാൻ സാധിക്കും. കാരണം നമുക്കറിയാലോ തെലുങ്ക് ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായാലും തമിഴ് ഭാഷയിലാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. നിങ്ങൾക്കും തമിഴ് ഭാഷകളിൽ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു സിനിമ. ആഹാ തമിഴിലൂടെ ആയിരിക്കാം ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. അത്യാവശ്യം അതിലൂടെയാണ് ഞാനിത് കണ്ടതും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, കുഴപ്പമില്ലാത്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. കാരണം അത് എടുത്തു പറയണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ത്രില്ലർ സിനിമകൾ ഒത്തിരി, മലയാളത്തിലൊക്കെ ഒത്തിരി ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം മലയാളത്തെ എടുത്തു നോക്കിയപ്പോൾ ഗോളം എന്ന് പറഞ്ഞൊരു ത്രില്ലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഗോളം എന്ന് പറഞ്ഞിട്ട് ഒരു സസ്പെൻസ് ഒക്കെ നിലനിർത്തി പോകുന്നൊരു കഥയായിരുന്നു. അപ്പം ഈ പോലീസ് സ്റ്റോറിക്കകത്ത് ഏറ്റവും അതായത് അന്വേഷണത്തിന് ഏറ്റവും കൂടുതലൊരു പ്രാധാന്യം കൊടുത്തു വരുന്ന ഒത്തിരി സിനിമകൾ, അതായത് നമ്മൾ ആ ഒരു റൂട്ടിലല്ല ഈ സിനിമകൾ പോകുന്നത്. ഈ സിനിമ ആ റൂട്ടിൽ പോകുന്നതല്ല. ഇതൊരു അതായത് ഒരു ഡീസൻറ്റ് പോകുന്നത് നമ്മുടെ CBI ഒക്കെ പോലെ, അതായത് ഒറ്റ രീതിയിൽ തന്നെ ഒരു അന്വേഷണം, വലിയ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാത്ത രീതിയിൽ പോകുന്നൊരു സിനിമയും കൂടിയാണ്. പിന്നെ നിങ്ങൾ ഈ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ, അതായത് ഒത്തിരി ഭാഷകളിൽ നിങ്ങൾ ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകേണ്ട ഒരു സിനിമകളാണ് കേസ് 13 എന്നുള്ളത്. നല്ലൊരു, അതായത് കാണുന്ന ആൾ അത്യാവശ്യം 2.5 മണിക്കൂറോളം കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ വീഡിയോയുടെ താഴെ കമൻ്റായിരുന്നു രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.